ഈ പ്രവാസി സേവാ കേന്ദ്രം ഇവിടെയാണോ? മാഡം, പ്രവാസി പെൻഷനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഓ, ഇരിക്കൂ. താങ്ക് യു. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ആളിപ്പോ പ്രവാസിയാണോ അതോ നാട്ടിലുണ്ടോ? അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛൻ നാട്ടിലില്ല, ഇപ്പൊ അവിടെയാണ്, പ്രവാസിയാണ് ഇപ്പൊ. ഓ, എന്നാ പിന്നെ പ്രവാസി പെൻഷൻ അപേക്ഷിക്കാൻ പറ്റും. അച്ഛനിപ്പോ ദുബായിലാണ്, അപ്പൊ അവിടെ തന്നെ നിൽക്കണമെന്നുണ്ടോ അതോ തിരിച്ച് നാട്ടിൽ വന്നാലും ഇത് അപേക്ഷിക്കാൻ കഴിയോ? അല്ല, മിനിമം 2 വർഷം പ്രവാസിയായി നിന്നവർക്കും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനുവേണ്ടി അപേക്ഷിക്കാൻ പറ്റും. ഇതിൽ എത്ര രൂപയായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരിക? മാക്സിമം 60 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ 5 വർഷങ്ങളിൽ നിങ്ങൾ ഇതിന്റെ പൈസ അടച്ചിരിക്കണം. പിന്നെ 60 വയസ്സിന് ശേഷം നിങ്ങൾ അടച്ച തുക അനുസരിച്ച് മാക്സിമം 7000 രൂപ വരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മാസം 350 രൂപ വെച്ചിട്ടാണ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മാസത്തെയോ 6 മാസത്തെയോ 1 വർഷത്തിന്റെ ഒന്നിച്ച് അടയ്ക്കാനും പറ്റും. ഈ പ്രവാസി പെൻഷൻ കൊണ്ട് നമുക്ക് വേറെ വല്ല ആനുകൂല്യങ്ങളും ഉണ്ടോ? പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹ സമയത്ത് ധനസഹായം ലഭിക്കുന്നതാണ്. ഓൾസോ ഇപ്പൊ നിങ്ങൾ പെൻഷൻ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യം വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ധനസഹായം ലഭിക്കും. അപ്പം ഇത് അപേക്ഷിക്കാൻ വേണ്ടി അച്ഛൻ നാട്ടിലേക്ക് വരേണ്ടി വരുമോ അതോ ഞാൻ ഡോക്യുമെന്റ്സ് തന്നാൽ മതിയോ? വേണ്ട, അച്ഛൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്യുമെന്റ്സ് മാത്രം തന്നാൽ മതി. ഇവിടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവാസി സേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ബോസ് വാല, ബി ദ ബോസ്.